ഞങ്ങൾ മനസ്സിലാക്കുന്നത് എഫ്ഐആറിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഗുരുതരമായ കുറ്റം ചെയ്തിട്ടും ആ വകുപ്പുകൾ പൂർണ്ണമായും എഫ്ഐആറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ വിശദമായി തന്നെ ജാനുവരി മാസത്തിലെ 2 ദിവസങ്ങൾ, ഏപ്രിൽ മാസത്തിലെ 1 ദിവസം, മാർച്ച് മാസത്തിലെ 3 തീയതികൾ ഉൾപ്പെടെയുള്ള ഡേറ്റ് സഹിതം ഇവിടെ പാലക്കാട്ട് പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞിരുന്നു. ആ ദിവസങ്ങളിലെ CCTV ക്യാമറകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവണം. ആ ദിവസങ്ങളിൽ ഇതേ പെൺകുട്ടിയെ പാലക്കാട് എത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. നിരവധിയായ ഗുരുതരമായ കുറ്റകൃത്യമാണ് പാലക്കാടിന്റെ MLA ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഉടനടി അറസ്റ്റ് ചെയ്യുവാനായിട്ട് തയ്യാറാവണം. പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്രയും വേഗം നടപടികൾ ഉണ്ടാവണമെന്നുള്ളതാണ്. കാരണം ഇപ്പോഴും ഒളിവിലാണ് രാഹുലിനെ എവിടെയാണെന്നുള്ള ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. അല്ല, ഇതിനകത്ത് ഇന്നലെ ഉച്ചവരെ ആള് പാലക്കാട് തന്നെയുണ്ട്. ഇവിടുത്തെ പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം കാത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിൽക്കുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവരെ പോലും അറിയിക്കാതെ അദ്ദേഹം മുങ്ങിയിരിക്കണം. അദ്ദേഹം പാലക്കാട് ജില്ലയ്ക്കകത്ത് തന്നെയുണ്ട്. ഇത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ചിരിക്കുന്നു. ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിനെതിരെ തന്നെ പ്രതികരിച്ച അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ ഒരു MLA ഉമാ തോമസിനെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ, എന്തിനേറെ പറയുന്നു, പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പോലും വലിയ രീതിയിലാണ് സൈബർ ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ഭയന്നുകൊണ്ടാണ് ആ പെൺകുട്ടി ഇത്രയും ദിവസവും പുറത്തു വരാതിരുന്നത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ ഇത്തരത്തിൽ കേരളത്തിലെ ഒരു പെൺകുട്ടി മുന്നോട്ട് വരുന്ന സമയത്ത് ആ പെൺകുട്ടിയെ എത്രത്തോളം അപമാനിക്കാൻ സാധിക്കുമോ അത്രത്തോളം അപമാനിക്കുന്നൊരു സമീപനമാണ് ഇദ്ദേഹത്തിൻ്റെ PR ടീമും സൈബർ ഇടങ്ങളിലെ ആളുകളും ചെയ്തു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് മൊഴിയെടുത്തു. ഇത്ര സമയമായിട്ടും ഒരു കോഗ്നിസബിൾ ഒഫൻസാണ് ശരിക്കും ഈ ഒരു ഗർഭഛിദ്രം നടത്തിയെന്ന് പറയുന്നത്. ഇത്ര സമയമായിട്ടും ഈ പ്രതിയെ ഒന്ന് കണ്ടെത്താൻ പോലും കേരള പോലീസിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെയധികം മോശകരമായിട്ടുള്ള സംഭവമാണ്. ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തെയും സംരക്ഷിച്ച് നിർത്തേണ്ടത് ഇതുപോലുള്ള അവസരങ്ങളിൽ പോലീസ് ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയിട്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.